ശരിക്കും മാത്യുവിനെ ലവ്ലിയിലോട്ട് അട്രാക്ട് ചെയ്ത എന്താണ്? ഈച്ച ഈച്ച തന്നെയാണ് അതിനകത്ത് അട്രാക്ട് ചെയ്തത്. എന്നത് ഞങ്ങൾ വീഡിയോ കോളിലാണ് ഞാൻ പറഞ്ഞ അലിയോക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ. അല്ല, കേക്ക് ഉണ്ടാക്കുന്നതിന്റെ നറേഷനാണ് ഇന്ന് നമ്മൾ ഒരു ഒരു ഇതിൽ വിസ്ക് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ആ കഥ വെച്ച് നമ്മൾ നട്ടാ മുളയ്ക്കാത്ത നുണയാണ്. അതിനകത്തേക്ക് അവർക്ക് പിന്നെ നമുക്ക് വിഷ്വൽ അതിരുകളില്ല. അനിമേഷനിലോട്ടോ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തും വേണം ചെയ്യാം. അപ്പം മാത്തുവിനെ കുറെ നേരം കെട്ടി തൂക്കിയിട്ടായിട്ട് പറപ്പിച്ചു. ഒന്നും നോക്കിയില്ല, ഓടിക്കോളാൻ പറഞ്ഞു, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ അത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സ് തന്നെയായിരുന്നു. ആഷികേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എല്ലാരും വന്ന് ഇന്നൊരു ഈച്ചയ്ക്കൊരു മൂമെന്റ് കൊടുക്കും നമ്മള്. ഈച്ച ഇവിടെ നിന്ന് ഈ ഇത് പറയുമ്പോ ചിലപ്പോ ഇങ്ങോട്ടേക്ക് പോവായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഡൻ ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ലല്ലോ. അതെ, അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് കൺവീനിയൻസിന് വേണ്ടി അങ്ങനെ ചെയ്യാനും പറ്റില്ല. സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ഇതൊരു 100% നമ്മൾ പറയുന്ന പോലെ ഒരു പ്രകൃതി സിനിമ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ നാട്ടുമ്പുറം ഡയലോഗുകളൊന്നും അല്ല. കാരണം ഇതൊരു ടൂൺ ടൗണിൽ ആക്ച്വലി ഒരു അനിമേഷൻ ക്യാരക്ടറുണ്ട്. അത്രയധികം മേക്ക് ബിലീഫ് കൊടുത്താൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ കൂടെ കാണേണ്ട ഒരു സിനിമ, ഒരു കംപ്ലീറ്റ്ലി മേഡ് ബിലീവ് സിനിമയും കൂടെയാണ്. ആ മേക്ക് ബിലീവ് സിനിമയും കൂടെയാണ്. പറഞ്ഞ ഒരു ഈച്ച വന്ന് നമ്മളോട് സംസാരിക്കുക. ഞാൻ എന്തോ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നാണ് ഇന്നൊരു പടത്തിന് വേണ്ടിയാണ് ഞാൻ പറ്റിക്കാൻ നമ്മൾ വിളിക്കട്ടെ. അല്ല, ആ സമയത്ത് മറ്റേ വിക്രം ഇറങ്ങി, LCU, ലോകേഷ് കനകരാജ് ഒക്കെ ഭയങ്കര സിനിമയ്ക്കും ഭയങ്കര ഹൈപ്പുള്ള സമയം. ലോകേഷ് കനകരാജ് വിജയ് ചെയ്യുന്ന അടുത്ത സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ. ഹലോ ആൻഡ് വെൽക്കം. ഇന്ന് നറേഷൻസ് വിത്ത് മീര നായർ ലവ്ലി എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഡയറക്ടർ ദിലീഷ് കരുണാകരനും അതിലെ ഹീറോ മാത്യു തോമസുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു നറേഷൻസ് വിത്ത് മീര നായർ. താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ എല്ലാവരോടും പറയുന്ന പോലൊക്കെ തന്നെ, പക്ഷെ എന്നാലും ഇത് നമ്മളൊരു 2 ദിവസം മുന്നെയാണ് ദിലീഷ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു, മാത്യുവിനോട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു നമ്മളൊരു ഇതിലോട്ടൊക്കെ വരുന്നത്. ദിലീഷ്, പൊതുവേ ഞാൻ എൻ്റെ എല്ലാ ചോദ്യങ്ങളും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഇത് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാവും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്ന മിക്ക എൻ്റെ ചോദ്യങ്ങൾ ഇതുവരെയുള്ളത്. പക്ഷെ ഇത്തവണ ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അത് വെച്ച് തുടങ്ങാമെന്ന് ഞാനും കരുതി. ഇത്രയും കലാരാഷ്ട്രീയ ഇതിലൊക്കെ ഇത്രയും എന്താ പറയുക ഒരു അറിവും അതിൽ നിന്ന് കുറേ സിനിമകൾ സമ്മാനിക്കുകയൊക്കെ ചെയ്ത ദിലീഷ്, ഒരു സംവിധായകൻ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സംഭാഷണവുമായിട്ട് എന്തുകൊണ്ട് ദിലീഷ് മുന്നിൽ വരുന്നില്ല എന്നുള്ളതാണ് പലരുടെയും കംപ്ലൈൻറ്റ്. എന്തുകൊണ്ട് ദിലീഷിനെ മുന്നിൽ കാണുന്നില്ല? എവിടെ ഈ ഡയറക്ടർക്ക് ഒരുപാട് പണിയുണ്ട്. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഇന്റർവ്യൂസ് കൊടുക്കാൻ പറ്റില്ല. ഇത് മാത്രം, ഇതിനു മുന്നേ എത്ര സിനിമകൾ. അതെ, സിനിമകൾക്ക് സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റുകളാണ് എപ്പോഴും നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാരണം അവരെയാണ് നമ്മളിപ്പോൾ എന്ത് എഴുതിയാലും എന്ത് സംവിധാനം ചെയ്താലും ആക്ച്വലി ഇത് ആർട്ടിസ്റ്റുകളിൽ കൂടിയാണിത് ആളുകൾ കാണുക. അപ്പോൾ ഇതൊരു ഷോ ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റുകളാണ് ഫ്രണ്ട് നിൽക്കേണ്ടത്. അപ്പോൾ എന്ത് പറയുന്ന പോലെ വന്നില്ലാന്നേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വന്നില്ല, അങ്ങനെ തോന്നിയില്ല. പക്ഷേ ദിലീഷ് ഇത് ആൾക്കാർ ഇതുപോലെ ചോദിക്കാൻ എനിക്ക് തോന്നിയിരിക്കുന്ന റീസൺസ് ബിക്കോസ് ദിലീഷിൻ്റെ സിനിമകൾ ഓരോന്ന് റൈറ്റ് ഫ്രം സോൾട്ട് ആൻഡ് പെപ്പർ എടുത്ത് നോക്കിയാൽ ഒരു പുതിയൊരു ലാംഗ്വേജ്, ഒരു സിനിമ ലാംഗ്വേജ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ദിലീഷ് കരുണാകരൻ്റെ അല്ലേ എന്ന് പറയുന്ന സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാക്ടർ എല്ലാ സിനിമകളിലും ദിലീഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എനിക്ക് മനസ്സിലായിടത്തോളം വെച്ചിട്ട്, എനിക്ക് ദിലീഷ് മനസ്സിലായിടത്തോളം വെച്ചിട്ട് ദിലീഷ് വായിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ലോകം കാണുന്നതിൻ്റെ ഒരു രീതിയുണ്ട് ദിലീഷിൻ്റെ. അതിൻ്റെയൊക്കെ കൊണ്ടാണ് വരുന്നതാണ് ഈ അപ്ഡേഷൻ. അത് മനഃപൂർവ്വം അല്ലായോ അത് വളരെ ഓർഗാനിക്കലി വരുന്നൊക്കെ ആവട്ടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ദിലീഷ് ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുന്ന ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു അപ്ഡേഷൻ ദിലീഷ് എങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? എന്താണ് അതിൻ്റെ റീസണോ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ബേസിക്കലി പ്രത്യേകിച്ച് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ന്യൂനെസ് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും എപ്പോഴും. നമ്മളെ ഇൻസ്പയർ ചെയ്യണമല്ലോ, നമ്മളെ ഇൻസ്പയർ ചെയ്താൽ മാത്രമേ മറ്റൊരാളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പം പുതിയത് എന്താണ് ഒരു സിനിമയിൽ ചെയ്യാനെന്നുള്ളതെന്നായിരിക്കും നമ്മളെ എപ്പോഴും ചെക്ക് ചെയ്യുക. അതാണ് അതിൻ്റെ എപ്പോഴും ഒരു കഥയിലൊരു എന്താണ് അതിൻ്റെ ഒരു പ്ലോട്ട് അത്ര കൃത്യമായിട്ടൊരു പുതുമയുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ.
അങ്ങനെ കറക്റ്റ് ഒരു കഥയുണ്ടെങ്കിൽ അതിന് നല്ലൊരു തിരക്കഥ ഉണ്ടാക്കാൻ പറ്റും, അതിനൊരു നല്ലൊരു സിനിമയിലൊക്കെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതാണ്. അപ്പം അങ്ങനെ എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു എക്സ് ഫാക്ടർ എപ്പോഴും ഉണ്ടാക്കണം എന്ന് തോന്നാറുണ്ട്, എന്നാലേ അത് വർക്കാവുള്ളൂ എന്ന് തോന്നും. ലൈക്ക് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആവാം, ഒരു ബോക്സ് ഓഫീസ് ആവാം, whatever it is. അത് ഒരു പക്ഷെ അത് ഈ പറയുന്ന വായനോടും അല്ലെങ്കിൽ യാത്രകളോടൊപ്പം തന്നെ കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയും ആ ഒരു ഉണ്ടാവുന്ന കുറേ സംഭാഷണങ്ങൾ, നമ്മൾ വളരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരുപാട് ശരിക്കും ദിലീഷിനെ എന്തുമാത്രം തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് ആക്ച്വലി നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ പോലെ കാണുന്നത്. കറക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു റൈറ്ററോ ഡയറക്ടറോ ആയിട്ടുള്ള ഒരാൾ അയാളുടെ മനസ്സിൽ നിന്നും കഥകൾ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, ആക്ച്വലി ക്യാരക്ടേഴ്സും കഥകളും അയാളെ തേടിത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ അടുത്ത് കഥകൾ പറയുന്നു, എക്സ്പീരിയൻസ് പറയുന്നു ഒക്കെ സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് മനസ്സിലാവും. ആ റിഫ്ലക്ഷൻ നമ്മൾ സ്വയം ആലോചിച്ച് നോക്കിയാൽ ആ റിഫ്ലക്ഷൻ എന്താണെന്നുള്ളതിനെ കൃത്യമായിട്ട് കിട്ടും. അപ്പം സുഹൃത്തുക്കൾ മാത്രമല്ല, റിലേറ്റീവ്സ്, പിന്നെ ബന്ധുക്കൾ, പിന്നെ ഈ പൊതുജനം, പ്രേക്ഷകർ, അവരുടെ എല്ലാം റിഫ്ലക്ഷനാണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ആർട്ടിൻ്റെ ബേസിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് അതായിട്ട് പറയാം. കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു മാത്യു, എനിക്ക് ഇതുപോലെ തന്നെ ഒരു മാത്യുവിൻ്റെ പേഴ്സണൽ ഫിൽമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിൽമോഗ്രഫിയാണ് മാത്യുവിനും. ഇതേ ഒരു 2019 വരുന്നു ഫ്രാങ്കോ എന്ന കഥാപാത്രത്തിലൂടെ എനിക്ക് തോന്നുന്നു ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും മാത്യുവിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഉൾപ്പെടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കഥാപാത്രം, പിന്നെ ആ സിനിമ കാണാനാണെങ്കിലും ഒക്കെ. അപ്പോൾ കുംബ്ലങ്കി നൈറ്റ്സ് മുതൽ അല്ലെങ്കിൽ ലവ്ലി വരെ എത്തി നിൽക്കുമ്പോൾ മാത്യുവിൻ്റെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മൂവി ചോയ്സുകളുണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയും. ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ 2019 വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ചെറുതാണ്. അപ്പോൾ ആ വരുന്ന ഈ വളരെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ഒരു പീരീഡിൽ തന്നെ ചെയ്തിരിക്കുന്ന സിനിമകൾ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ശരിക്കും മാത്യുവിൻ്റെ ഒരു സെലക്ഷൻ എങ്ങനെയാണ്? അതൊരു കോൺഷ്യസ് ചോയ്സ് ആയിട്ടാണോ അതോ നല്ല സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇത് ചെയ്ത് നോക്കാം എന്നുള്ളൊരു സംഭവമാണോ ശരിക്കും? ആദ്യം ഇനീഷ്യൽ ഒരു ഫേസിൽ എന്താണെന്ന് വെച്ചാൽ സെലക്ഷനുപരി നമുക്ക് വരുന്നത് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതലും ഇത് ബിഹൈൻഡ് ഇതിൽ ആരാ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറാണെങ്കിൽ അത് എൻ്റെ ക്യാമറ ആരാ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേസിസിലാണ് കൂടുതലും. അപ്പോൾ കൂടുതലും ഞാൻ സെലക്ട് ചെയ്തെന്ന് പറയുന്നതും മേക്ക് സെൻസ്, വുഡൻറ്റ് മേക്ക് സെൻസ്, എൻ്റെ അടുത്തേക്ക് വന്നത് ചെയ്തു എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഫേസ് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമകൾ കൂടുതലും ഇത് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ, അല്ലെങ്കിൽ ഇത് ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇതൊരു കഥ കണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാം എന്നുള്ളൊരു ഐഡിയ എന്നാണ് കൂടുതലും ഒരു സെലക്ഷൻ വരുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ കോൺഷ്യസ് ആയെന്ന്, അതെ അതെ അതെ, പിന്നെ ഓഡിയൻസ് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പണ്ട് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എഫേർട്ട് ഇടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം ഇടണം എന്ന് തോന്നുന്നു. അല്ല, ഇടുന്നുണ്ട് ഓഡിയൻസ്. പണ്ടിട്ട് എഫേർട്ടിനേക്കാളൊക്കെ കൂടുതൽ ഇപ്പം നേരത്തെ ബുക്ക് ചെയ്യണം ടിക്കറ്റ്. അപ്പോൾ കുറച്ചൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എഫേർട്ട്, അപ്പോൾ ആൾക്കാരും അപ്പോൾ ആ കണ്ടന്റ് കാണുമ്പോൾ ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇപ്പൊ കുറച്ചും കൂടെ ശരിക്കും സൈഡിൽ നോക്കിയ വിജയുടെ ലുക്ക് ഉണ്ടെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, എനിക്ക് തോന്നുന്നത് സിനിമയിൽ മാത്രം അതിനുശേഷം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ലിയോ കഴിഞ്ഞതിന് ശേഷം കുറെ പേര് റിസംബ്ലൻസ് ഉണ്ടെന്ന് പറയാം. സൈഡിൽ ഗിരീഷേടി പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ല, അതുകൊണ്ടാ പുള്ളി ഇങ്ങനെ നോക്കി ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പടത്തില് അങ്ങനെ ഇട്ടത് അദ്ദേഹത്തിൻ്റെ. ശരിക്കും അതൊരു എനിക്കൊന്ന് ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മൾ ഫ്രണ്ട്സിനാണെങ്കിലും സംസാരിക്കുന്നൊരു ശരിയാണല്ലോ, കുറെ കട്ടിങ് ക്ലിപ്പിംഗ് ഒക്കെ വന്നിരുന്നു. എന്നുവെച്ചാൽ വിജയ് അങ്ങോട്ട് നോക്കുന്നതും മാത്യു ഇങ്ങോട്ട് വന്നതും ആ സൈഡ് എങ്ങാനും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെയൊക്കെ നമ്മളും അറിയായിരുന്നു. പക്ഷെ എനിക്കൊന്നും ലിയോയും ഭയങ്കര ഒരു ഇതായിട്ട് തന്നെ വന്നൊരു ചിത്രം തന്നെയായിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ്ലി വരുന്നത് ആ ഒരു ജേർണി ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു വർക്ക് എക്സ്പീരിയൻസ്? കാരണം ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ വന്നു. ഞാൻ എന്തോ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ
പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നാണ് ഇന്നൊരു പടത്തിന് വേണ്ടിയാണ് ഞാൻ അത് പറ്റിക്കാൻ എത്രയോ spam. നമ്മൾ വിളിക്കട്ടെ. അല്ല ആ സമയത്ത് മറ്റേ വിക്രം ഇറങ്ങി, LCU, ലോകേഷ് കനകരാജ് ഒക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കാം. സിനിമയ്ക്കും ഭയങ്കര ഹൈപ്പുള്ള സമയം. ലോകേഷ് കനകരാജ് വിജയ് ചെയ്യുന്ന അടുത്ത സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ആവശ്യമില്ല ഒരു തരത്തിൽ ഉറപ്പായിട്ടും. അപ്പൊ എനിക്കിങ്ങനെ ഉറപ്പൊക്കെ വരുത്തി 2 വട്ടം. എന്നിട്ട് അന്ന് കാണുമെന്ന് ചോദിക്കും. അപ്പോഴും എനിക്ക് ഡൗട്ട് ഇതിനെ പറ്റിക്ക് ഇവിടെ അല്ല അവിടുന്ന് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിച്ചത്. അതിന് പറഞ്ഞാല് ഡയറക്റ്റ് മീറ്റ് ചെയ്തു ലോകേഷ്. അപ്പോഴാണ് ഓക്കെ ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ല, ഓഡീഷൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഇല്ല, എനിക്കൊന്ന് ഈ റിസംബ്ലൻസ് ആയിരുന്നു അവർക്ക് കൂടുതലും വേണ്ടത്. പിന്നെ ഓൾസോ അവർ ചെയ്ത പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഏത് കണ്ടിട്ട് അവർ വിളിച്ചത്? അല്ല, അവർ കൂടെ ലോകേഷിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ് കുറച്ച് മലയാളികളുണ്ട്. അപ്പൊ അവര് മലയാള സിനിമകൾ സ്ഥിരം കാണുന്നു. പിന്നെ ഈവൻ ലോകേഷും കോയമ്പത്തൂർ സൈഡിൽ നിന്ന് തന്നെയുണ്ട് മലയാളം സിനിമകൾ കാണുന്നത് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. ശരിക്കും മാത്യുവിനെ ലവ്ലിയിലോട്ട് അട്രാക്ട് ചെയ്ത എന്താണ്? ഈച്ച എന്നത് ഞങ്ങൾ വീഡിയോ കോളില ഞാൻ പറഞ്ഞ ലിയോക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ പിന്നെ. അപ്പൊ വീഡിയോ കോളിലെ ഒരു ഗ്ലിംസ് എനിക്ക് അതെ ഒരു ഗ്ലിംസ് പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അനിമേഷൻ ആണോ ഇനി മറ്റേ പ്രോപ്പർ അനിമേഷൻ ആണോ? അല്ല, ഈച്ച പോലെ അല്ലേ ഞാൻ പറഞ്ഞൊരു പ്രോപ്പർ അനിമേറ്റഡ് ഫിലിം ആണോ ഈച്ച സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈച്ച അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ഒരു ഈച്ച തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഞാൻ കണ്ടിരിക്കുന്ന 19 സിനിമകൾ എനിക്കൊന്ന് സോഫാർ മാത്യുവിന്റെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 19ാമത്തെ സിനിമയാണ് ലവ്ലി. എനിക്ക് എൻ്റെ ഒരു കണക്കിൽ എനിക്ക് മനസ്സിലാത്രയാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളും നമുക്കൊരു ബോയ് നെക്സ്റ്റ് ഡോർ കൈൻഡ് ഓഫ് ഒരു മൂവി തന്നെയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാവട്ടെ അല്ല അവരുടെ പാരൻസ് ജനറേഷൻ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മകൻ ഉള്ള. പ്രത്യേകിച്ച് ജോൻ ജോയിലൊക്കെ ഓരോ കഥാപാത്രം ഇന്നും ആ ഒരു സിബ്ലിംഗ് ബോണ്ടൊക്കെ എപ്പോഴും പറയുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലവ്ലിയിലോട്ട് വരുമ്പം പിന്നെ അഗെയിൻ ഇറ്റ്സ് കൈൻഡ് ഓഫ് ന്യൂ ഒരു കഥാപാത്രമായിരിക്കാം. കുറച്ചുകൂടി ചലഞ്ചിങ് ആയിരുന്നു അത്. ക്യാരക്ടർ ആസ് എൻ എനിക്ക് ചാലഞ്ചിങ് അല്ലായിരുന്നു. കാരണം എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് നല്ല കറക്റ്റ് ഫീഡ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നിരീക്ഷേട്ടൻ കറക്റ്റായിട്ട് ഫീഡ് തരും. അപ്പോൾ നമ്മൾക്ക് വേറെ ബോധേഡാവണ്ട. ചാലഞ്ച് കൂടുതലും ഈച്ചയായിട്ടുള്ള സീനുകൾ ചെയ്യുമ്പോഴായിരുന്നു. കാരണം അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഈച്ചയില്ല. അപ്പോൾ അതായിരുന്നു ഒരു അതെങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു തുടക്കം മുതൽ. അല്ലെങ്കിൽ എയറിലൊക്കെ പോയിന്റ് ഫിക്സ് ചെയ്യുന്നപ്പോൾ എവിടെ നോക്കും, ഇത് എങ്ങോട്ട് പോകും. അപ്പോൾ അതിന് എല്ലാവരും ഒരു പ്ലാൻ ഉണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാനിങ്ങനെ ഓടിക്കണം കാണണം. അപ്പോൾ അതായിരുന്നു ഒരു പേടി. പക്ഷെ ഒരു സീനൊക്കെ എടുത്തപ്പോഴത്തേക്കും കംഫർട്ടബിളായി. പിന്നെ നമുക്ക് അങ്ങനെ ഒരു റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എടുത്ത് അടുത്ത സീൻ ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറൊരു സീൻ ചെയ്യാനുണ്ടെന്നൊക്കെയുള്ള റഷ് ഇല്ല. അതെ, അപ്പോൾ ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ആക്ച്വലി. എന്തെങ്കിലും ഒരു ഇത് പറ്റിയാലും നമുക്ക് ഒരു 2 മിനിറ്റൊക്കെ പോയി ഇരുന്നിട്ടൊക്കെ പതുക്കെ ചെയ്യാം. അതെ, മനസ്സിലാക്കി ചെയ്യാം. ഡയലോഗ് ഡെലിവറി ഒക്കെ മൊത്തത്തിൽ എങ്ങനെയായിരുന്നു? അത് ഈച്ചയായിട്ട് വരുന്ന ഉണ്ണിമായ ചേച്ചി ഉണ്ടായിരുന്നു. ഉണ്ണിമായ ചേച്ചി ഇപ്പോൾ സൗണ്ട് ഫീഡ് തരും. ഒരു കോ ആക്ടർ നമ്മുടെ കൂടെ സീൻ ചെയ്യുന്നത് പോലെ തന്നെ അതേ ഇൻറ്റൻസിറ്റിയിൽ നേരിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ ആ ഇൻറ്റൻസിറ്റിയിൽ വോയിസ് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഇപ്പോൾ യൂഷ്വലി നമുക്ക് കൗണ്ടർ ഡയലോഗൊക്കെ വായിക്കുന്നത് ചിലപ്പോൾ ഒരു അസോസിയേറ്റോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ ഭയങ്കര പ്ലെയിനായിട്ട് ചിലപ്പോൾ വായിച്ചു വിടും. നമുക്ക് നമ്മളും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതൊരു ഇത് മിസ്സാവും. കിട്ടുന്നതാണല്ലോ നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ണിമായ ചേച്ചി ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ഈസി ആയിരുന്നു. ചേച്ചീനെ പിന്നെ അറിയാം എനിക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്കൊന്ന് ദിലീഷ് ആഷിഖ് അബു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് കുറച്ച് അധികമായിട്ട് ഇന്ന് നമ്മൾ പ്രേക്ഷകർ നിങ്ങൾ നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ദിലീഷ് ആഷിഖ് അബു ശ്യാം പുഷ്കറിന് ഈ ഒരു കൂട്ടുകെട്ട് നമ്മൾ മൊത്തത്തിൽ ആസ് പ്രേക്ഷകർ നമ്മളും അതിനെ അത്രയധികം സെലിബ്രേറ്റ് ചെയ്ത് കാണുന്നതാണ് എല്ലാ സിനിമകളും. അതെനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്ക് ആദ്യം പറയുക ഓഫ് കോഴ്സ് സോൾട്ട് ആൻഡ് പെപ്പർ തന്നെയായിരിക്കും. ശരിക്കും സോൾട്ട് ആൻഡ് പെപ്പർ ഒരു കഫേയിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കഥയായിരുന്നു. അതാണ് ഒരു ദോശക്കഥയായി മാറിയത് അല്ലേ? ദോശക്കഥ ആയിരുന്നില്ല ആദ്യകാലത്ത്. ഇല്ല, അതൊരു പിസ്സയായിരുന്നു.
പിസ്സ അപ്പോൾ നമ്മൾ ഇത് ആഷിക്കേട്ടൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് പല ഡയറക്ടേഴ്സിനും എടുത്തു. അപ്പോൾ ലിജോനെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ട്. അപ്പോൾ ലിജോ ആണ് പറഞ്ഞത് ഈ പിസ്സ ഒന്നും ചിലപ്പോൾ നമ്മളിവിടെ ആൾക്കാർക്ക് അങ്ങനെ കോമൺ ഫാക്ടർ അല്ല, ദോശ പോലെ എന്തെങ്കിലും വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് മാറ്റിയത് ദോശ. അത് ശരിക്കും എഴുതുന്നതും അതിൻ്റെ ഒരു കാരണം അതിലൊരുപാട് കാര്യങ്ങൾ ഒരു നല്ലൊരു ഈ പറയുന്ന പോലെ മറ്റൊരു ലവ്ലി പടമാണ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയും. അതിലിപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈഗോ കാര്യങ്ങൾ വളരെ രസകരമായി സംസാരിച്ചു പോകുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ഭക്ഷണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ആ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ശരിക്കും ആ ഒരു കംപ്ലീറ്റ് ഒരു റൂൾ ഔട്ട് ശരിക്കും അത് എനിക്കൊന്നു ഒരു കമ്മിങ് ഓഫ് ഏജ് ഒരു കൈൻഡ് ഓഫ് മൂവി ആയിരുന്നു ആ സമയത്ത് അത് ഇറങ്ങുമ്പോൾ. ബിക്കോസ് അങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല അതിന് മുൻപ് വരെ. നമുക്ക് ചിന്തിക്കാവുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് മലയാളം സിനിമ ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പറയപ്പെടുകയല്ല, പക്ഷെ എന്നാൽ പോലും ഓക്കെ ഇന്നവരുടെ ഒരു സിനിമ, ഇന്ന ഡയറക്ടറുടെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്ങിലും ലൊക്കേഷനിലൊക്കെ ഏറെക്കുറെ വന്നിട്ടുണ്ടാവുക. അതിൽ നിന്നായിരുന്നു പെട്ടെന്ന് സോൾട്ട് ആൻഡ് പെപ്പർ വരുന്നതും പാട്ടാണെങ്കിലും എല്ലാം മനസ്സിൽ തട്ടി. ഇപ്പോഴും നമുക്ക് പ്രേമിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഇന്നും ആൾക്കാർ അതുപോലെ വല്ല പാട്ടുകൾ പാടി നടക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് അതിൽ കുറച്ചുകൂടെ എനിക്കൊന്ന് യാത്രകൾ വളരെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നുണ്ടാവില്ലേ അന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിലെ യാത്ര? ഉറപ്പായിട്ടും അതെ. നമ്മളിതിന് ഒരുപാട് R&D ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ മുസ്രീസിലൊക്കെ പോയിട്ട് ഈ ക്യാരക്ടറിൻ്റെ അയാളൊരു ആർക്കിടെക്റ്റാണ്, അല്ല സോറി എന്താണ് പറയുന്നത്, ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുസ്രീസിൽ പോയി അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരുപാട് ട്രാവൽ ഉണ്ടായിരുന്നു എൻ്റെ. പിന്നെ ഈ ഫുഡ് ബേസ് ചെയ്തിട്ട് കുറച്ച് ട്രാവൽ ചെയ്ത് നോക്കി പല സ്ഥലങ്ങളിലും. അല്ല, കേക്ക് ഉണ്ടാക്കുന്നതിന്റെ നറേഷനാണ് ഇന്ന് നമ്മൾ ഒരു ഇതിൽ വിസ്ക് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ആ കഥ വെച്ച് നമ്മൾ നട്ടാൻ മുളയ്ക്കാത്ത നുണയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ വീട്ടുകാരോടൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എടാ നമ്മൾ അങ്ങനെ പഴയ സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല, 2-3 ദിവസം വെച്ച സാധനങ്ങളൊന്നും കഴിക്കാറില്ല, വളരെ ഫ്രഷേ കഴിക്കാറ്. അപ്പോൾ ഈ 4 ദിവസമൊക്കെ ഉണ്ടാക്കി കേക്ക് ഇങ്ങനെ കഴിക്കും. പക്ഷെ അതിൻ്റെ ഉള്ള അമ്മയുടെ പഴയ ഭക്ഷണമൊന്നും കഴിക്കണ്ട അതറിയില്ലായിരുന്നു. അതൊക്കെ ശുദ്ധം. അപ്പം നമ്മൾ തന്നെ എഴുതി പിന്നെ അതിനിങ്ങനെ ലെയർ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. മറ്റേ പിന്നെ അയാൾ നോക്കിയൊന്നു ആൽമണ്ട് ഇട്ടു, അതിന് ചെറി ഇട്ടു, അതിട്ടു എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസങ്ങളായല്ലോ. അപ്പം ഇത്രയും ദിവസം ഈ ഓരോ ലെയറും വെച്ചോണ്ടിരിക്കും. അത് ഇന്നായിരിക്കും അത് ചിലപ്പോൾ ആൾക്കാർക്ക് പൊളിയുന്നുണ്ടാവുക, പുറത്തോട്ട് വരുന്നുണ്ടാവുക ഒരു കള്ളത്തരമായിരുന്നു എന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെയായിരുന്നു അതിന് ശേഷം വന്നിപ്പം മായാനദി ആണെങ്കിലും. മായാനദി എനിക്ക് തോന്നുന്നു അത് ഈ പറഞ്ഞ പോലെ അഗൈൻ 2018 ആ സിനിമ ഇറങ്ങുമ്പോൾ അത്രയും ആ കാലത്ത് എന്താ പറയുക വളരെ ഒരു ഷീൽഡിനപ്പുറം വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് അഗൈൻ അത് പുറത്ത് വന്ന് നമ്മൾ സംസാരിക്കുന്നതും. പിന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ അതിലെ ഡയലോഗുകൾ തന്നെ ഇപ്പം അപർണ പറയുന്ന ക്യാരക്ടർ ഐശ്വര്യലക്ഷ്മി ചെയ്ത കഥാപാത്രം പറയുന്ന ഡയലോഗ് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് മാത്ത എന്ന് പറയുന്ന ഡയലോഗ് ഇസ് കൈൻഡ് ഓഫ് ഒരു കണക്കിനൊരു വിപ്ലവം സൃഷ്ടിച്ചു. എനിക്കൊന്ന് ആ സമയത്ത് കുറേയും ആ ഒരു കഥാപാത്രത്തിലേക്ക് ആ ചോദ്യം പോയിരുന്നു. കുറേ ഇടത്ത് ഞാൻ വായിച്ചു അത് അവക്കത് പറഞ്ഞിട്ട് പോകാം, കാരണം അവളൊരിക്കലും മാത്രമേ മനസ്സിലാക്കുന്നില്ല, ആ ഒരു സൈഡിലോട്ടും പോയിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതൊരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള ഒരു കോമൺ ടോക്കായി ഒരു ഡയലോഗായി മാറിയിരുന്നു ഈ പറയുന്ന ഡയലോഗുകൾ. അതൊക്കെ ശരിക്കും എഴുതുന്നതിൻ്റെ പിന്നിലുള്ളൊരു സംഭവം എന്താണ്? അത് ശരിക്കും അപർണയിൽ തന്നെ ആയിരുന്നോ? അത് അപർണ എന്ന കഥാപാത്രത്തിന് തന്നെ ഉള്ളൊരു, കാരണം അപർണ ഇസ് കൈൻഡ് ഓഫ് ഒരു വേറെ തന്നെ ഒരു കഥാപാത്രമാണ്, വളരെ കുറച്ച് ഡിഫറെൻ്റ് ആണ് ആ കഥാപാത്രം. അല്ല നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ സാധാരണ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടം വരെയും ഒരു മെൻ സൈഡിൽ നിന്നാണ് പറഞ്ഞത്, ആൽഫ മെയിലിൻ്റെ സൈഡ് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തു, അതൊരു പെണ്ണ് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് ശരിക്കും ഒന്ന് നമ്മൾ മാത്തനിൽ പ്ലേസ് ചെയ്ത് നോക്കുമ്പോഴും മാത്തൻ പറയുമ്പോൾ നമുക്കത് ഓക്കെ മാത്തന് പറഞ്ഞിട്ട് പോവാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതേസമയത്ത് അപർണ പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുടെ ഉള്ളിൽ കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. അതിപ്പോഴും നമുക്കിങ്ങനെ കേൾക്കാം, അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഇപ്പോഴും പോകുന്നൊരു ഇത് തന്നെയായിരുന്നു. ശരിക്കും അതിൻ്റെ ഉദ്ദേശവും ഈ പറയുന്ന അതിൽ പൊളിറ്റിക്കലി ബാലൻസ് ചെയ്യാൻ ചെയ്തതൊന്നുമല്ല, അല്ല അത് അറിയാതെ അങ്ങ് പൊളിറ്റിക്കലി ബാലൻസ്ഡ് ആയി പോയതാണ്. പക്ഷെ നമ്മളുടെ ധാർമ്മികമായ ഒരു കാര്യമാണല്ലോ അതിനകത്തൂടെ നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശമുണ്ട്, അത് ശരിക്കും അങ്ങനെ ബാലൻസ്ഡ് ആവേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം അതായത് ഒരിക്കലും അതൊരു സ്ത്രീപക്ഷത്തിന് വേണ്ടിയിട്ട്
മനഃപൂർവ്വം പ്രൊപ്പഗാൻഡ ചെയ്തൊന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഉദ്ദേശിച്ചില്ല. പക്ഷെ അത് പൊളിറ്റിക്കൽ കറക്റ്റായി പോയി ഒരു രീതിയിൽ. ആയിപ്പോയത് അത് ശരിക്കും ഈ പറയുന്ന പോലെ തന്നെ റെസ്പോൺസ് വന്നപ്പോഴും ദിലീഷിന് എങ്ങനെയാണ് തോന്നിയിരുന്നത്? കാരണം മനസ്സിലാക്കേണ്ടത്, കാരണം 2018 ഇറക്കുമ്പോഴത്തേക്കും നമുക്ക് മാറി തുടങ്ങുന്ന ഒരു ഓഡിയൻസ് ആയിരുന്നു. അതെ അതെ. ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ഇപ്പോൾ പല ആൾക്കാർ പല പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാടിന് ശേഷം ഞങ്ങൾക്കൊരു പഴയ അവരുടെ ഒരു ഫസ്റ്റ് ടൈം പ്രണയകാലമൊക്കെ തിരിച്ചു കിട്ടിയെന്ന് തോന്നി. അതാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഒരു സിനിമ കൊണ്ടൊരു ഒരാൾക്കൊരു ഇമ്പാക്റ്റ് കിട്ടിയെന്ന് തോന്നിയത്. അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു പോപ്കോൺ മസ്തിയാണല്ലോ, വരുന്നു പോപ്കോൺ കഴിക്കുന്നു പോകുന്നു. അപ്പോൾ പക്ഷെ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ടേക്ക് ഹോം കൊടുക്കാൻ പറ്റി. അവരുടെ റിലേഷൻ വീണ്ടും ഭയങ്കരമായിട്ട്, കാരണം അതിൽ ആ ബാബുരാമൻ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഒക്കെ അത് ആൾക്കാർക്ക് അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ ആ പാട്ട് കുറച്ചുകൂടെ ഫേമസ് ആയത് വന്നതിന് ശേഷം, ദർശന പാടിയതിന് ശേഷം. പിന്നെ പാവം ദർശനക്ക് എല്ലായിടത്തും പോയത് പാടേണ്ട പറഞ്ഞുള്ളതാണ്. അല്ല, ആ സിനിമയിൽ ഇപ്പോൾ എല്ലാ സിനിമകളിലും നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് സംഭാവനകളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ അത് ദർശനയുടെ സംഭാവനയാണ്. ഈ സെക്സിസ്റ്റ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നതൊക്കെ ഒരു പരിധിവരെയും ഐശ്വര്യയുടെ സംഭാവനയാണ്. കാരണം അത് ആ ഒരു ഇതിലേക്ക് വരും, അവരെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കുകയാണല്ലോ. പലപ്പോഴും ഡയലോഗുകളൊക്കെ അവരവരുടേതായിട്ടുള്ള ഡയലോഗായിട്ട് പറയും. പക്ഷെ ആദ്യം ഇത് കഥ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും തിരക്കഥ എഴുതുമ്പോഴും ഇത് ഈ ഡയലോഗ് നമുക്ക് അപർണയ്ക്ക് തന്നെ വെച്ചിരുന്നത് തന്നെയായിരുന്നു. ഉണ്ടാവും, പക്ഷെ അതിനെ ആ ഒരു കറക്റ്റ് ഫോമിലേക്ക് ചിലപ്പോൾ അത് ആ ടൈമിൽ പറഞ്ഞാലേ വർക്കാവുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ത്രോയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ശരിയാണ്. അപ്പോൾ അതൊരു ടൈമിങ്ങിൽ അത് കറക്റ്റായി വരും. അപ്പോൾ അത് സ്യൂട്ടാണെന്ന് തോന്നിയാൽ നമ്മൾ ഓക്കെ അല്ല. ഇപ്പോൾ ഇത് ലൗലിയിലാണെങ്കിലും ഇപ്പുറത്ത് ഉണ്ണിമായ ഉള്ളതുകൊണ്ട് മാത്യുവിൻ്റെ ഫീലിങ്സിന് കറക്റ്റായിട്ട് അത് വർക്കാവും. അതായത് നമ്മൾ എഴുതി കൊടുക്കുന്ന ഡയലോഗ് തന്നെ അല്ല പറയുന്നത്, അത് ഇംപ്രവൈസ് ചെയ്ത് പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അതുപോലെ തന്നെ ഇംപ്രവൈസ് ചെയ്യും. അപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ട് തോന്നും. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടായിരിക്കാം ഇതൊരു കറക്റ്റ് ഫ്ലോയിൽ ഇപ്പം മായാനദി ആണെങ്കിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവാമെന്ന് തോന്നുന്നു. അത് തന്നെയാണ് ഈ ദിലീഷിന് ഒരു സ്റ്റാൻഡ് ഔട്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പം മനസ്സിലായില്ലേ, ഈ ലവ്ലിയോട്ട് വരുമ്പോഴും ശരിക്കും ഒരു 3D ചിത്രമാണ്. 3D ചിത്രം എനിക്ക് തോന്നുന്നു ഒരു കുറേ നാൾക്ക് ശേഷം 3D ആയിട്ട് വരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞാൻ കിച്ചാ സുദീപിൻ്റെ ഈച്ചയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഈസ് ഇറ്റ് എനിവേ റിലേറ്റഡ് ഓർ ഇഫ് നോട്ട് ഈ പറയുന്ന ലവ്ലി മൂവിയെ ഏത് രീതിയിലാണ് പ്രേക്ഷകർ കാണേണ്ടത് ശരിക്കും? ആക്ച്വലി ഇത് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പാണ് ആക്ച്വലി ഈഗ ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ ലവ്ലി അതിന് ശേഷം ഇറങ്ങുമ്പോൾ ലവ്ലി ഈഗമായിട്ട് ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. ഈഗ ഭയങ്കര ഡയമെൻഷൻസ് ഉള്ള പടമാണ്, റിവെഞ്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫിലിമാണ്. അതെ, അതിൻ്റെ ആക്ഷനും ഒക്കെ കൂടുതലാണ്. പക്ഷെ ലവ്ലിയിലോട്ട് വരുമ്പം ലവ്ലി ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ. അതൊരു 3D സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ അനിമേഷൻ വർക്കുകളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോൾ ഒരു 25 മിനിറ്റ്സ് ഉണ്ടായിരുന്ന അനിമേഷൻ ഒരു 45 മിനിറ്റ്സ് ആയി. അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് മൂവിയായി. ഹൈബ്രിഡ് മൂവി എന്ന് വെച്ചാൽ ഒരു നോർമൽ ഫിലിമിൽ ഒരു അനിമേഷൻ ക്യാരക്ടർ വരുമ്പോഴാണല്ലോ അതിനെ ഹൈബ്രിഡ് ആവാന്ന് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ ക്ലോസ് ആയി കിട്ടാൻ, അതായത് ഈ ഈച്ചറുടെ റിലേഷൻ കുറച്ചും കൂടെ നമുക്ക് അടുത്തറിയാവുന്ന ഒരാളെ പോലെ തോന്നും. ഒരു നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന അതാണ് ഞാൻ ഈ ട്രെയിലറെ കണ്ടപ്പോഴേ താഴെ വന്നപ്പോഴും അയ്യോ എനിക്ക് ഈച്ചയെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈച്ചയെ ആ ഒരു കണക്ഷൻ അത് ഭയങ്കര പുതുമയുള്ളതായിരുന്നു. ആ ഒരു കണക്ഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് കാണുന്നിടം വരെ കമൻസ് വായിക്കുന്നിടം വരെ ഞാൻ വിചാരിച്ചിരുന്ന ഈ ആൾക്കാർ അങ്ങനെ അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതെ, അത് സത്യമായിരിക്കാം. പക്ഷെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടൊരു 3D ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികം കാണുന്ന ലൈവ് ആക്ഷനിൽ ഈച്ച ഇല്ലാത്ത പോർഷനിലൊക്കെ അങ്ങനെ ഹെവി ഡെപ്ത് 3D അല്ല, നോർമൽ 3D ആണത്. നമുക്ക് ആ സ്റ്റോറിയിൽ നിന്നും ഈ ഇമേഴ്സീവ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോറിക്കകത്ത് ലോക്കാവണമല്ലോ, പ്രേക്ഷകൻ വരുമ്പോൾ സ്റ്റോറിക്കകത്ത് ലോക്കാവണം. നമ്മൾ 3D വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും സാധാരണ 3D വരുമ്പോഴും അത് ശരിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതായത് ഫോക്കസ് ഇപ്പോൾ ഒരു ലെയർ വരുമ്പോൾ ആ ഫോക്കസിലേക്ക് നമ്മൾ അറിയാതെ നോക്കും. അങ്ങനെ നോക്കരുത്, കഥയ്ക്കകത്തേക്ക് പോകാവുള്ളൂ. അപ്പോൾ എന്നാൽ ഈച്ച വരുമ്പോൾ അത് നമ്മൾ അടുത്ത് വരും, അങ്ങനെ കുറച്ചും കൂടെ കണ്ണിനടുത്തായിട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ പോർഷനാണ്, അതായത് ഈച്ചയുള്ള പോർഷനാണ് നമ്മൾ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത് സ്റ്റോറിക്ക് വേണ്ടിയിട്ട്. ഈച്ച എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി 3D ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു 3D പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതല്ല. പക്ഷെ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ആൾക്കാർക്ക്. എങ്ങനെ ഈ വരുമ്പോൾ നമുക്ക് ആ ഈച്ച നമ്മുടെ മനസ്സിലുണ്ടാവും എപ്പോഴും. സിനിമ കഴിഞ്ഞിട്ട് പോയാലും ആ ഈച്ച നമ്മളെ ഇങ്ങനെ കുറേ നേരം ഹോണ്ട് ചെയ്യുന്നല്ല,
ഒരു കൂടെ കൂടെ ഉണ്ടാവും. കാരണം അത് ഞാൻ ചോദിക്കാൻ കൂടെ കാര്യം വെച്ചാൽ ആനിമേറ്റർ ആണല്ലോ ദിലീഷ്. അപ്പോൾ ഈ ആനിമേഷൻ്റെ പല രീതിയിൽ ഇപ്പോൾ വർക്ക് പരമായിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ദിലീഷ് അതിൻ്റെ എല്ലാ ഇതിലും ആംഗിളിൽ നിന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോൾ മേജർ ചലഞ്ചസ് എവിടെയായിരുന്നു ബേസിക്കലി ദിലീഷിന് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഞാൻ ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പാണ്. ആണ് ഞാനൊരു 2-3 ഇയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ട്. അതിനുശേഷം ഉണ്ടായിരുന്ന നമ്മുടെ ഈ സിനിമ വരുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് വളരെ കോസ്റ്റ്ലിയാണ് ആക്ച്വലി ആനിമേഷൻ. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് വൺസ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് സാധാരണ സബ്ജക്റ്റുകൾ ഒരു 3 to 4 മുതൽ 6 മന്തിലുള്ള എന്ത് പറ്റും? ഈ കണ്ടൻറ്റ് ഇതുപോലെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ഇതിനൊരു ഡിപ്രഷൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ടൊരു ഡിപ്രഷൻ വരും. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ഇറക്കിയേ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണ സിനിമ ഒരു 3 months അല്ലെങ്കിൽ 2 months ഷൂട്ട് ചെയ്ത് 3rd, 4th month, 5th month സിനിമ റിലീസ് ചെയ്യാം. പക്ഷെ ഇത് നമുക്കൊരു 2 yearനടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കൊരു ഫിനാൻഷ്യലി ഉണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ടാവും, മെൻ്റലി നമ്മൾ ഡിപ്രസ്ഡ് ആവും. കാരണം ഇത് തീരില്ല. അപ്പോൾ ഒരു ചെറിയ ക്രൂവിനെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് ആവുന്നതുകൊണ്ടൊക്കെ ഒരു ക്രൂവിനെ കൊണ്ടുവരികയും നമ്മളൊരു 3D ഡെവലപ്പ് ചെയ്യുകയും നമ്മളിങ്ങനെ ഒരു സോഫ്റ്റ് 3D, ഹാർഡ് 3D എന്ന് പറയുന്ന ഒരു സെക്ഷൻസ് തിരിച്ച്, അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ 3D ഉണ്ടാക്കണേ നമ്മുടെ ഒരുപാട് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ അകത്തേക്ക് എത്തിയത്. അപ്പോൾ ആ സ്റ്റോറി 2 വർഷമായിട്ടും സ്റ്റോറിക്കകത്തൊരു മങ്ങൽ ഉണ്ടാവരുത്. സ്റ്റോറി അതിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. അപ്പം അത് 3Dയും കൂടെ വന്ന് ഈച്ചയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിന് ലവ്ലിയായി വന്നു കഴിഞ്ഞപ്പോൾ അത് എൻഹാൻസ്ഡ് ആയി എന്ന് തോന്നുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത് കുറച്ചും കൂടെ എൻജോയബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു 100% 3D ഓഫർ ചെയ്യുന്നില്ല. ഓക്കെ. അതായത് ഒരു സോഫ്റ്റ് 3D ഉണ്ടാവും, ഹാർഡ് 3D ഉണ്ടാവും. ഇത് ശരിക്കും കഥയ്ക്ക് വേണ്ടിയിട്ടാണ് 3D ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 3D പടത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കഥയല്ല. അല്ലല്ല. ഇത് ശരിക്കും എഴുതി തുടങ്ങുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ ഒരു സ്ക്രാച്ച് ഐഡിയ എൻ്റെ ഒരു 4-5 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഷോർട്ട് ഫിലിം ഐഡിയ ആയിരുന്നു. ഓക്കെ. ഒരു ഷോർട്ട് ഫിലിമാണ്. പക്ഷേ ഇതൊരു ഈച്ചയൊക്കെ വെച്ച് അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലല്ല. ഷോർട്ട് ഫിലിം ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല, നമ്മുടെ ഒരു ടെസ്റ്റിന് വേണ്ടി ചെയ്യാത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിന് കുറച്ച് കൊറോണ ടൈമിലൊക്കെ വെറുതെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഇത് ഡെവലപ്പായി. അങ്ങനെ അത് ഡെവലപ്പായി ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പം ഇതിൻ്റെ അകത്തൊരു CG ചെയ്യുന്ന അനീഷ് കുട്ടി എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ അനീഷ്. അപ്പോൾ അനീഷ് വളരെ കോൺഫിഡൻ്റ് പറഞ്ഞ് നമുക്കിത് ചെയ്യാം. അതായത് ഇതിൻ്റെ കോസ്റ്റൊക്കെ ഞാൻ നോക്കിക്കോളാം. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്രയൊന്നും വരത്തില്ല, നമുക്ക് പിടിച്ചു നിർത്താം. അയാളുള്ളതുകൊണ്ട് നമുക്കിത് എൻ്റെ വരെ പുള്ളിയുടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്ന കാരണം നമുക്കിതിന് ഇത്രയും കൃത്യമായി ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് ക്യാരക്ടർ ആനിമേഷനാണ് ഈ ഇതിനകത്ത് വന്നിട്ടുള്ളത്, ഒരു സിനിമകളിൽ വന്നിട്ടുള്ളത്. അതായത് നമുക്കങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. അത് ബിക്കോസ് ഓഫ് അനീഷ് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ നമുക്ക് ഇത്രയും കൃത്യമായി ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഒരു വലിയ ടീം വർക്ക് ഉണ്ട്. ഇതിനകത്ത് വർക്ക് ചെയ്ത ഓരോരുത്തരും, ഈവൻ ആർട്ടിസ്റ്റുകളായാലും വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ, ഒരു 6-7 പേരേ ഉള്ളൂ. പക്ഷെ അവരുടെ എല്ലാം പെർഫോമൻസും അവരുടെ ഒരു ഡെഡിക്കേഷൻസൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. മോറോവർ ഈ 3D അങ്ങനെയുള്ള ആൾക്കാർ, ആ ഒരു ടീമൊക്കെ ഭയങ്കരമായിട്ട് ഇത്ര കാലം എടുക്കണമല്ലോ. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അതാണ് നമ്മളിപ്പോൾ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എന്നാൽ പോലും ബബിൾ പൂമുട്ടുകൾ എന്ന് പറഞ്ഞ പാട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒത്തിരി മില്യൺ വ്യൂസ് വന്നിരിക്കുന്ന പാട്ടാണ് രണ്ടും ഇറങ്ങിയിരിക്കുന്നതും. ട്രെയിലറിനും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെയുള്ള ഒരു ടെക് സൈഡിനകത്തുള്ള കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിലുണ്ടായിരിക്കുന്ന ഒരു R&D എങ്ങനെയായിരുന്നു ദിലീഷ്? ബിക്കോസ് ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് സിനിമ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അതിനകത്ത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ പോലും ഇറങ്ങുന്നതിന് മുൻപേ ഒരു ടെക് സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തൊരു പാർട്ടിനെ വെച്ച് മാത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു R&D കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന ആക്ച്വലി ഈ ക്യാരക്ടർ ഒരു ബേസിക്കലി ഒരു ഡ്രീമറാണ്. അതെ. അപ്പോൾ അങ്ങനെ അയാളുടെ ഡ്രീമർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഒരു ഡ്രീമറായിട്ടുള്ളൊരു ഈച്ചകൾ വരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ ഒരു വേൾഡിലോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ബേസ്. അതെ അതെ അതെ, അതാണ് ബബിൾ. അതാണ് അവർ അതിനകത്തൂടെ അവർക്ക് പല വേൾഡുകളിലും സഞ്ചരിക്കാം. ഓരോ ഇതിലൂടെ കാണുമ്പോഴും കഥാപാത്രങ്ങളും കാണും. അവർ കുറച്ചും കൂടെ ഈ ഒരു സൈസ് പ്രൊപ്പോർഷനിൽ കുറച്ചും കൂടെ വലിയ ഈച്ചയാണ്. മറ്റേതിൻ്റെ ഒരു ടൈനി ഈച്ചയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ വലുതാണ്. ലൈക്ക് ഒരു പഗ്ഗിനെ പോലെയൊക്കെ ഉണ്ടാവും. ഇവർ അങ്ങനെ ഓടി നടക്കുന്ന അങ്ങനത്തെ അവരുടെ പ്രാങ്ക്സ് ഒക്കെ ചെയ്ത് നടക്കുന്ന പോലെ ഒരു ഇതാണ്. അപ്പോൾ അതിനകത്തേക്ക് അവർക്ക് പിന്നെ നമുക്ക് വിഷ്വൽ അതിരുകളില്ല.
അനിമേഷനിലോട്ടോ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തും വേണം ചെയ്യാം. അപ്പം മാത്തുവിനെ കുറേ നേരം കെട്ടി തൂക്കിയിട്ട് ആയിട്ട് പറപ്പിച്ചു. ഒന്നും നോക്കിയില്ല, ഓടിക്കോളാൻ പറഞ്ഞു, പറന്നോളാൻ പറഞ്ഞു. പക്ഷെ അത് കുറച്ചുകൂടി അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്യുവിനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ക്രൂ സൈഡിലാണെങ്കിലും കുറച്ചുകൂടി ചലഞ്ചിങ് ആയിരിക്കുന്നുണ്ടാവില്ല. കാരണം ഒരു ഊഹാപോഹം ഇല്ലാണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് സ്റ്റോറി ബോർഡ് ഉണ്ട്. അല്ല, സ്റ്റോറി ബോർഡ് നമ്മൾ ചെയ്യുമ്പോഴും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈച്ച നോക്കണമല്ലോ, ഈച്ചയാണ് നമ്മൾ പ്രേമിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഈച്ചയുടെ ലോകത്തിലോട് ഞാനും പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ ഉണ്ടാവണമല്ലോ. അത് ശരിക്കും ആ ഒരു ഏരിയ ഒക്കെ ഈ പറയുന്ന ഉണ്ണിമായ മാത്രമാണോ അതിന്റെ ഒരു ഹെൽപ്പിംഗ് ഫാക്ടർ? അല്ല, എല്ലാവരും ഉണ്ട്. ഈ ഒരു സീൻ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഹെൽപ്പ് കിട്ടിയതുണ്ട് മാജിയുടെ സൈഡിൽ നിന്ന്. കാരണം ഒരു ഡയലോഗ്, ഒരു ടോക്കി സീനൊക്കെ വരുമ്പോൾ എസ്പെഷ്യലി ആ ഒരു ആക്ടറില്ല, അപ്പോൾ കുറേയും കൂടെ എനിക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസിലാണ്. അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് ഒന്ന് ഒരു എന്നെ ഹെൽപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിന് കുറച്ചും കൂടെ ഒരു ഔട്ട് കൊടുക്കാൻ പറ്റുന്ന, എനിക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റീവ് വോയിസ് ആയിരിക്കും. അത് ഉണ്ണിമായ ചേച്ചി ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ നേരെ തിരിച്ചിപ്പോൾ ഒരു ഈച്ചയുടെ മൂവ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഈച്ചയുടെ ഒരു ഈച്ച എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റിയാക്ഷൻസോ അല്ലെങ്കിൽ അത് എല്ലാവരും ഇപ്പോൾ ദിലീഷേട്ടൻ്റെ ഒരു ഫീഡ് ഉണ്ടാവും. അനീഷ് കുട്ടി സെറ്റിലുണ്ടാവും. അപ്പോൾ അനീഷ് കുട്ടി ഒരു അനിമേറ്റർ ആയതുകൊണ്ട് ഭയങ്കര ക്രിയേറ്റീവ് ആവും. ഫുള്ളി വന്നിട്ട് ഇങ്ങനെ പറയും ചിലപ്പോൾ ഈച്ച ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സ് തന്നെയായിരുന്നു. ആഷികേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാവരും വന്ന് നിന്നൊരു ഈച്ചയ്ക്കൊരു മൂവ്മെന്റ് കൊടുക്കും നമ്മൾ. ഈച്ച ഇവിടെ നിന്ന് ഈ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പോവായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഡൻ ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ലല്ലോ. അതെ, അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് കൺവീനിയൻസിന് വേണ്ടി അങ്ങനെ ചെയ്യാനും പറ്റില്ല. കുറെ നേരം ഈച്ചയുടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അതിനിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ആദ്യം ഭയങ്കര ട്രിക്കി ആയിരുന്നു, അയ്യോ എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ നമുക്ക് ചെയ്യാത്തൊരു കാര്യമാകുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിട്ട് ഭയങ്കര യൂസ്ഡ് ആയി. അതിന് ആ ഒരു പ്രോസസ്സിന് ഇഷ്ടപ്പെടാൻ തുടങ്ങി. എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ അല്ലേ? അതെ 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 അതെ. ചാലഞ്ചിങ് ആയിരുന്നു, ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് നടന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പുതിയൊരു കാര്യം നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന സോങ് ഒക്കെ ഷൂട്ട് ചെയ്ത് ടുവേർഡ്സ് ദി എൻഡ്. ശരി, അപ്പോഴത്തേക്കും ഒരു ഐഡിയ ആയി. ഭയങ്കര ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടായിരുന്നു ചെയ്യാൻ പറ്റും. ഇനിയും പാട്ടുകൾ വരാനുണ്ടോ അതോ? ഇന്നലെ ഇതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പാട്ടും കൂടെ വരാനുണ്ട്. ബിജിപാലിന്റെ ഒരു പാട്ടും കൂടെ വരാനുണ്ട്. അതാണ് ഇനി ബിജി. എനിക്കൊന്ന് ബിജിപാലിന്റെ ഒരു ഇതില്ലാണ്ട് ദിലീഷ്, ആഷി കപൂർ, ശ്യാം പുഷ്കരൻ സിനിമ പൂർത്തിയാവില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അന്ന് ഇവിടെ വന്നപ്പോഴും എനിക്കിങ്ങനെ പ്രേമിക്കുമ്പോഴുള്ള പാട്ടിനെ പറ്റി നമ്മൾ അന്നും ഡിസ്കസ് ചെയ്ത് അത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ആ ഒരു വരുന്നത് പൊതുവേ ഇപ്പോൾ ഇടുക്കികളിലെ ഒക്കെ പാട്ടുകളാണെങ്കിൽ ഞാൻ പഠിക്കുകയും ചെയ്തു കേട്ടോ. എനിക്കൊക്കെ ചെയ്ത എൻ്റെ ഒരു ആഗ്രഹം കാരണം ബിജിപാലിനെ കൊണ്ട്. അപ്പം പറയുമ്പോൾ ആ അതൊരു കൂട്ടുകെട്ടിന് പുറത്ത് വരുന്നൊരു സംഭവമാണ് ശരിക്കും. അപ്പം ഈ പറയുന്നൊരു സ്പേസിൽ കിട്ടുന്ന സിനിമ സെറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് ക്യാൻ ലീഡ് ടു കുറേ കൂടെ ഒരു ഭംഗിയുള്ളൊരു വർക്ക് എന്ന് പറയും. ഇപ്പം ബിജിപാലാണെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ രഞ്ജനൊക്കെ വന്നപ്പോൾ എല്ലാവരും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും ദിലീഷിനെ സംബന്ധിച്ച് നമുക്കധികം പുറത്തോട്ട് കാണാൻ കിട്ടുന്നില്ലാത്തതും കൂടെ കണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. കിട്ടുമ്പോൾ നമുക്ക് ചോദിച്ചു വയ്ക്കാം. ദിലീഷിന് ശരിക്കും ഈ പറയുന്ന ക്രിയേറ്റീവ് ഫ്രീഡം കൂടുതൽ കിട്ടുന്നത് ഈ പറയുന്ന ഒരുപോലെയൊക്കെ ഇരുന്ന് ചിന്തിച്ച് ഇരിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ളൊരു സ്പേസിൽ ഇരിക്കുമ്പോഴാണോ ആ കുറച്ചുകൂടെ ഒരു എഴുതാൻ തൻ്റേതായിട്ടുള്ള ഫ്ലേവറിൽ എഴുതാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ആക്ച്വലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് എഴുത്തെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി വിഷ്വലാണല്ലോ. ഫിലിം ആക്ച്വലി ലാംഗ്വേജ് വിഷ്വലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് കോഡ്സ് മാത്രം മതി. അതായത് ഇതിൻ്റെ ഓർഡർ, സീൻസ് എങ്ങനെ വരും, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യും, അതിൻ്റെ അകത്ത് എന്തെങ്കിലും പുതുമയുണ്ടോ, ഷഫിൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഓർഡറിങ് മാത്രമേ ഉള്ളൂ. ഡയലോഗ് ആക്ച്വലി ക്യാരക്ടേഴ്സ് പറയേണ്ടതാണ്. നമുക്ക് ആ ഡയലോഗിൻ്റെ ഐഡിയ ഉണ്ടാവണം, എന്താണ് തുടക്കം, ഒരു മിഡ് ആൻഡ് എൻഡ് എന്നൊക്കെ ഉണ്ടാവണം, എന്താണ് കൺവേ ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടാവണം. പക്ഷെ അത് ഡെലിവറി ചെയ്യണ ആക്ച്വലി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർക്ക് ആ അൽഗോരിതം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും നമ്മളങ്ങനെ പ്രത്യേകിച്ച് അതിന് വേണ്ടി ഇരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മളൊരു പ്രോസസ്സിന് വേണ്ടി അത് ചെയ്യേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു കരുതും. ശരിയാണ്. പക്ഷേ അത് നമ്മൾ ആ ടേബിളിൽ വരുമ്പോൾ ആക്ച്വലി അത് നമുക്ക് പ്ലേസ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. പക്ഷേ അതൊരു എഴുത്ത് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെയല്ല. എഴുത്ത് കുറച്ചും കൂടെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. ലൈക്ക് അതൊരു പർപ്പസായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 10 മണിക്കൂറൊന്നും എഴുതാൻ പറ്റില്ല. മാക്സിമം 1 മണിക്കൂർ ഒക്കെ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു
അതിങ്ങനെ ഒരു ഡ്രാഫ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഫൈനലി ഒരു 70% ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും. അങ്ങനെ 100% ആക്കാൻ നിൽക്കാറില്ല. കാരണം ആ 30 എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെയാണ്. അപ്പോൾ അവർക്കൊരു സ്പേസ് നമ്മൾ കണ്ടിട്ട് വേണം എഴുതാൻ. അല്ലെങ്കിൽ അത് നമ്മളുടെ മാത്രം ഒരു അക്ഷരം മാറാതെ എഴുതണം, പാ എന്ന് പറഞ്ഞാൽ പാ എന്ന് പറയണം. അങ്ങനെ നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ലാന്ന് എനിക്കണം. ആ ഒരു ലിബർട്ടി എല്ലാവർക്കും ആവശ്യമുണ്ട്. കറക്റ്റാണ്. നമ്മളുടെ മാത്രമായിട്ട് സിനിമയെ കാണാൻ പറ്റില്ല, ഇത് എല്ലാവരുടെയും കൂടെയാണത്. ആക്ച്വലി നമ്മൾ അതിൻ്റെ ഒരു ക്യാപ്റ്റൻ ഉള്ളൂ, ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളത് എല്ലാവരുടെയും കൂടെയാണ്. ഒരു എന്താ പറയുക, അപ്പോൾ അവർക്കെല്ലാവർക്കും അവരുടെ സ്പേസ് നമ്മൾ കൊടുത്താൽ മാത്രമേ അതിനൊരു ലിഫ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ അതിപ്പം ഡയലോഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് തന്നെ ശരിക്കും ദിലീഷ് പോത്തൻ കൂട്ടുകെട്ടിലും ഒക്കെ വന്നിരിക്കുന്ന ചിത്രങ്ങൾ നമ്മളെടുത്ത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിനൊന്ന് പഠിച്ചു നോക്കി ഡയലോഗുകളും അത്രയും നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന ശൈലിയാണ് കൂടുതലും ഇവരുടെ സിനിമകളിലൊക്കെ ഉണ്ടാവുക കൂടുതലും. അപ്പം എനിക്കൊന്ന് ഞാൻ ഈ പറഞ്ഞ കമൻറ്റുകൾ വായിച്ചപ്പോഴും രണ്ട് പേര് അവിടെ മെൻഷൻ ചെയ്തിരുന്നു ഈ പറഞ്ഞ ഡയലോഗുകളെ പറ്റിയിട്ടായിരുന്നു. അവർ പറഞ്ഞ് താങ്കളുടെ സിനിമ അത് അത്രയും ഇതാക്കുന്നത് ഈ പറഞ്ഞ ഡയലോഗുകളാണോ എന്നുള്ള രീതി ഞാൻ കണ്ടു. അപ്പം ശരിക്കും ദിലീഷ് അതൊരു ഞാൻ എന്താണ് ശരിക്കും എൻ്റെ വന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന രീതി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നാണോ അത്രയും വളരെ റോ ആയിട്ട് അങ്ങനെ നല്ല ഡോ എന്നുള്ള പോലത്തെ ഡയലോഗുകൾ പോലും എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുന്ന അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്നാണോ അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ ഒരു ഡയലോഗ് മോഡുലേഷൻ വരട്ടെ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്റ്റൈൽ ഒരു ചേഞ്ച് വരട്ടെ എന്നുള്ള ഒരു തോട്ടിൽ നിന്ന് വരുന്നതാണോ ശരിക്കും? ഒരു പരിധി വരെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പം ഇപ്പോൾ ലവ്ലിയിൽ എടുക്കുകയാണെങ്കിൽ ലവ്ലിയിൽ നമ്മൾ കുറച്ചും കൂടെ ഇംഗ്ലീഷ് മലയാളം മിക്സാണ് ചെയ്തിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 year ടൈം എടുക്കും അതിൽ, അല്ലെങ്കിൽ ഒരു 1.5 ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6 മാസം പിന്നീട് പല പല കാരണങ്ങളാൽ മാറിപ്പോയതാണ്. അപ്പോൾ അന്നാലും അതിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു മിക്സ്ഡ് ലാംഗ്വേജ് വേണം. ഇതൊരു ടൗൺ പോലത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ്. പ്രത്യേകിച്ചൊരു സ്ഥലമില്ല, ഇപ്പോൾ എറണാകുളമെന്നോ അങ്ങനെ ഒരു ഇടുക്കിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സ്ഥലമൊന്നുമില്ല. ഇതെല്ലാം ക്രിയേറ്റഡ് സ്ഥലങ്ങളാണ്. എല്ലാ പ്രൊഡക്റ്റുകളും ക്രിയേറ്റഡാണ്. ഇപ്പം ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ജലകന്യക എന്നാണ്. അങ്ങനെ ഒരു ബ്രാൻഡില്ല. അപ്പോൾ നമ്മളൊരു ബ്രാൻഡിനെ ഇതിനകത്ത് അങ്ങനെ വെച്ചിട്ടില്ല. എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നതിനൊക്കെ വേറെ വേറെ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു കംപ്ലീറ്റ്ലി സിനിമാറ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിനകത്തുള്ള ലാംഗ്വേജ് സെറ്റിങ്ങിലും കുറച്ചും കൂടെ ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെയാണ്. അതൊരു അപ്ഡേഷനാണ് ഇന്നത്തെ കുട്ടികൾ. ഇപ്പം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഇടയിൽ പതിവില്ലാത്ത പോലത്തെ ഇംഗ്ലീഷ് വാക്കുകൾ പണ്ടത്തെക്കാട്ടിലും നമുക്ക് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതും ഈ പറയുന്ന ഒരു അപ്ഡേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഫ്യൂച്ചറിലേക്ക് കണ്ടിട്ടാണ് അങ്ങനെ ഇട്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഈ സിനിമ ഇറങ്ങി വരുമ്പോൾ ആ ലാംഗ്വേജ് കുറച്ച് പഴയതായിട്ട് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ആ ഔട്ട്ഡേഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു നേരത്തെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അങ്ങനെ. എന്നാൽ ഇതൊരു 100% നമ്മൾ പറയുന്ന പോലെ ഒരു പ്രകൃതി സിനിമ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ നാട്ടുമ്പുറം ഡയലോഗുകളൊന്നും അല്ല. കാരണം ഇതൊരു ടൗണിൽ ആക്ച്വലി ഒരു അനിമേഷൻ ക്യാരക്ടറുണ്ട്. അത്രയധികം മേക്ക് ബിലീഫ് കൊടുത്താൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ കൂടെ കാണേണ്ട ഒരു സിനിമ, കംപ്ലീറ്റ്ലി മേഡ് ബിലീവ് സിനിമയും കൂടെയാണ്. ആ മേക്ക് ബിലീവ് സിനിമയും കൂടെയാണ്. പറഞ്ഞ ഒരു ഈച്ച വന്ന് നമ്മളോട് അതുകൊണ്ട് ഇതിൽ ആരും റിയാലിറ്റി അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിനിമകളൊന്നും വിചാരിച്ചു പോയി കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ബാക്കി ഉള്ളത് ഈച്ച വന്ന്. പക്ഷെ നമുക്കത് കാണുമ്പോൾ തോന്നും അല്ലേ. പക്ഷെ അത് മനസ്സിലാക്കുന്ന തരത്തിലൊരു ഓഡിയൻസിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും ഓഡിയൻസ് ശരിക്കും കുറേ കൂടെ ഡെവലപ്പായി. എന്ന് വെച്ചാൽ അവരുടെ സിനിമാറ്റിക് എഡ്യൂക്കേഷൻ കൂടി. ശരിയാണ്. ഫിലിം എഡ്യൂക്കേഷൻ അവർക്ക് ഷാർപ്പാണ്. അവർ ഷാർപ്പാണ്. എന്ന് വെച്ചാൽ വരുന്ന മാറ്റങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. മീൻസ് നമുക്കത് ഈ പറയുന്ന കമൻറ്റുകൾ വായിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ലവ്ലിയുടെ ട്രെയിലർ ഇറക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഡിലേ ആയ സമയത്തും ഒക്കെ ഡേറ്റുകൾ ഓരോ ദിവസം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നു, അല്ല അതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും എന്താ വിചാരിക്കുന്നുണ്ടാവുക അതിൽ അപ്പോൾ ആൾക്കാർക്കൊരു മടുപ്പ് വന്നു അല്ലെങ്കിൽ അതിലൊരു എന്നുള്ള. പക്ഷെ നേരെ മറിച്ച് ഓരോ ദിവസവും ഒരു പോസ്റ്റ് ഇടുമ്പം പോലും ആൾക്കാർ അത്രയും വെയിറ്റിംഗ് ആണ്. അല്ലെങ്കിൽ അതിന് താഴെ അവർ വരുമ്പോഴും ഈച്ച ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ, അല്ലെങ്കിൽ ശബ്ദം ഇങ്ങനെ വരുന്നു മോഡുലേറ്റ് ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. അപ്പം സീംസ് ലൈക്ക് അവരും ഭയങ്കരമായിട്ട് അതിനെ ഒരു ഉൾക്കൊണ്ട് തുടങ്ങി. അല്ലെങ്കിൽ അതിനെ കാണുന്ന സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും കൂടെയാണ് സിനിമ എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. വിച്ച് ഈസ് വെരി കൈൻഡ് ഓഫ് നമുക്ക് മേക്കേഴ്സിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് പ്രോമിസിങ് സാധനം. നമുക്കും എന്നാൽ ശരി നമുക്ക് ബിസിനസ് പരമായിട്ട് നമുക്ക് ഒരുപാട് ഫ്ലറിഷ് ചെയ്ത് എത്തിച്ച് നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി
ക്രിയേറ്റീവ് സ്പേസിൽ നമ്മൾ എന്നും മുന്നിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കാറുണ്ട് ബിക്കോസ് ഓഫ് ദി പ്രോമിസിങ് ഓഡിയൻസ് ഉള്ളത് കൊണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പം ഇതും അങ്ങനെ തന്നെ ഒരു സിനിമ തന്നെ ആകണം അല്ല ആവട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. പക്ഷെ അതിനു മുൻപ് നല്ലൊരു കലാകാരൻ വരക്കാരനൊക്കെയാണ്. അതെല്ലാവർക്കും ദിലീഷിന് ഞാനിവിടെ വരുന്നവർക്ക് ചെറിയ ടാസ്ക് കൊടുക്കാറുണ്ട്. ദിലീഷ് അയ്യോ ഞാൻ ബിജുപാലിനെ കൊണ്ട് എഴുതില്ല എന്ന് പറഞ്ഞ ആളെ കൊണ്ട് ഞാൻ എഴുതിച്ചു. അപ്പോൾ ഇത്രയും നന്നായിട്ട് വരയ്ക്കുന്ന ഒരാൾ ലവ്ലി എന്ന് പറയുന്ന ചിത്രം എങ്ങനെയാണ് എന്ന് താങ്കളുടെ മനസ്സിൽ ഇതുവരെ പോസ്റ്ററുകളൊന്നും ഇറക്കാത്ത ഒരു ലവ്ലി എന്താണ് മനസ്സിൽ എന്ന് ചുമ്മാ വരച്ച് കാണിക്കോ? അത് പറ്റില്ല എന്നൊക്കെ പറയും, പക്ഷെ സമയം എടുത്തോളൂ. അതിൻ്റെ ഇടയിലൂടെ ഞാൻ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു റാപ്പിഡ് ഫയർ അതിൻ്റെ ഇടയ്ക്കൂടെ നടത്തിക്കോളാം. ഓക്കെ. നമ്മൾ പോസ്റ്ററുകളിൽ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഇതാണ് എൻ്റെ മനസ്സിലുള്ള ലവ്ലി എന്നുള്ള ഒരു ലവ്ലി വരച്ച് പ്രേക്ഷകർക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള നമുക്ക് റാപ്പിഡ് ഫയർ നടത്താം. ഡബിൾ ടാസ്ക് നമ്മൾ ടൈം സേവ് ചെയ്യുന്ന മനസ്സിലായില്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ ടൈം സേവ് ചെയ്ത് മനസ്സിലായില്ലേ? നമ്മൾ അതും പഠിക്കും. തുറക്കാം. ഇതൊരു ഒന്നിലല്ല എളുപ്പമുള്ള ചുമ്മാ വൺ വേർഡിലോ ഇതായി പോയി ട്രെൻഡ്. എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഇതൊക്കെ, വേറെ വഴിയില്ല. സിനിമയിൽ ഈച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സിനിമയിൽ ഈച്ച പോലെ റിയൽ ലൈഫിലൊരു നോൺ ഹ്യൂമൻ തിങ്ങുമായിട്ട് ഞാൻ ഇഷ്ടം അങ്ങനെയൊന്നും ചോദിക്കില്ല, പക്ഷെ ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ആ ഒബ്ജക്ട്സിനോട് അടുപ്പം തോന്നാറുണ്ട്. ഒരു ഫസ്റ്റ് കിട്ടിയ സൈക്കിൾ ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കര ലിമിറ്റഡ് അടുപ്പങ്ങളാണ് ഇത്. ഒരു അല്ലെങ്കിൽ ഇപ്പൊ ഒരു റബ്ബർ പുതിയതായിട്ട് മേടിക്കുമ്പോൾ അത് കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇപ്പൊ റബ്ബർ ഉപയോഗിക്കാറില്ല, പക്ഷെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര കുറെ കാലം ഉപയോഗിക്കേണ്ട ബുദ്ധിമുട്ട്. അതെ അതെ. അല്ല അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും തന്നൊരു പേനയാവാം, അങ്ങനെ അങ്ങനെ ഒബ്ജക്റ്റുകളോട് ഒരു ഇഷ്ടം ഒരടുപ്പം തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത് ഏറ്റവും അടുപ്പം തോന്നിയിരിക്കുന്ന ഇതെന്താണ്? ഈ അടുത്ത് അങ്ങനെ അടുത്തൊന്നും ഇല്ലല്ലേ? എനിക്ക് എപ്പോഴും കിട്ടുന്നതിനനുസരിച്ച് വാച്ച് എനിക്കൊരാള് ഗിഫ്റ്റ് തന്നു. അത് ഭയങ്കര സ്പെഷ്യലായിട്ട് എപ്പോഴും ഞാൻ വിചാരിച്ചു കാറെന്ന് പറയായിരിക്കുന്നു. അല്ലെങ്കിൽ കാറിനോടൊക്കെ അടുപ്പം തോന്നിയിട്ടുണ്ട്. അല്ല, ഞാൻ വാച്ച് പിന്നെ ഇതൊക്കെ നമ്മുടെ പേരൻസ് അവരെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഫോൺ പറയാത്തവർ പിന്നെ അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്നോണ്ട് നമുക്കൊരു അടുപ്പമില്ല. എപ്പോഴും കൂടെ ഉണ്ടല്ലോ അവിടെ കൈ പോലെ. അത് ഞാൻ എപ്പോഴും ഈ ഫോൺ നമ്മൾ ഒരിടത്ത് ഇരുന്നിട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇത് എടുത്തോണ്ട് പോകാൻ മറന്നു പോകുന്ന അവസ്ഥയൊക്കെ ഓഫീസിലൊക്കെ. അപ്പോൾ ഏറ്റവും വെച്ചാൽ ഇതെങ്ങനെ മീര മറക്കാൻ പറ്റും? അവിടെ കൈയുടെ ഒരു വിരൽ പോലെയാണ് നമ്മുടെ ഫോൺ മറക്കാൻ പാടില്ല എന്ന് പറയും. ഇഫ് നോട്ട് ആൻ ആക്ടർ ആരാകുമായിരുന്നു? അയ്യോ അറിയില്ല, ചിന്തിച്ചിട്ടുണ്ടാ? ചുമ്മാ അല്ല, സിനിമയായിട്ട് സമയം കിട്ടിയിട്ടില്ല. അതിന് മുന്നേ നമ്മൾ സിനിമയായിട്ട് വരുന്നതിന് മുമ്പ് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊമേഴ്സ് അടുത്ത്, അപ്പൊ പ്രോബ്ലി കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാ, അല്ലെങ്കിൽ അങ്ങനെ. അതെ അതെ. അതിന് മുൻപ് തന്നെ സിനിമയിൽ എത്തിയില്ലേ? അതെ അതെ. അപ്പോ പിന്നെ ഇപ്പൊ ഇതാ ചെയ്തോണ്ടിരിക്കുന്നത്. അറിയില്ല ഇതിന് അതെ ഇങ്ങനെ തന്നെ പോകാൻ സാധിക്കട്ടെ. A movie of yours that's so close to your heart? കുമ്പളങ്ങി ഭയങ്കര ക്ലോസ് ആണ്. ലവ്ലി ഭയങ്കര ക്ലോസ് ആണ്. അത് ലവ്ലി എന്ന് പറഞ്ഞത് ശരിക്കും ഇത് ചെയ്യുന്ന സമയത്ത് ദിലീഷ് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അഡ്വൈസോ അല്ലെങ്കിൽ ഇതാണ് നിന്റെ കഥാപാത്രം, അത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ? പിന്നെ അത് കോൺസ്റ്റന്റ്ലി ഉണ്ടാവില്ല. നമ്മുടെ ഡയറക്ടറാണ്, നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ട ആളാണല്ലോ. അപ്പോൾ അത് അല്ല, ഇപ്പോൾ കോൺസ്റ്റന്റ്ലി എനിക്കത് വേണ്ട ഒരു സാധനമാണ് ആസ് ആൻ ആക്ടർ. പക്ഷേ ചിലർക്കത് തുടക്കം സ്ക്രിപ്റ്റ് പറയുന്ന സമയത്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. ആക്ടിങ് സൈഡിൽ എനിക്കത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ അത്ര എനിക്ക് വേണ്ട ഒരാളാണ്. അല്ലെങ്കിൽ ഒരു സീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡയറക്ടർ അതിന് മുമ്പ് ഡയറക്ടറിൻ്റെ അടുത്ത് എൻ്റെ ഒരു പ്രോപ്പർ ഫീഡ് വേണം. അല്ലെങ്കിൽ അവരെന്താ ഇതിന് ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം അതിപ്പോൾ അല്ലെങ്കിൽ ഒരു സീൻ കിട്ടി ഞാൻ ചിലവർ പറയും ഫ്രീ ആയിട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഒരു ഫീഡ് തരില്ലായിരിക്കും ചിലപ്പോൾ. നമുക്ക് നമ്മുടെ ഒരു ഇതിന് ചെയ്യാം. അപ്പോൾ എനിക്കത് ഭയങ്കര
കോൺഫ്ലിക്റ്റിങ് കാരണം എൻ്റെ വിഷൻ അല്ലല്ലോ, അല്ലെങ്കിൽ അപ്പം ഞാനും അതിൻ്റെ പാർട്ടാണ്. പക്ഷേ ആസ് എൻ ആക്ടർ ഐ ഫീൽ ഒരു ഡയറക്ടറിൻ്റെ ഒരു വിഷനെ. കേൾക്കുന്നതാണ് നല്ലത്. അതെ അതെ ശരിയാ, അവരുടെ ആണല്ലോ കുറച്ചുകൂടെ ആ സിനിമ ആ സത്യമാണ്. അൺഫോർഗറ്റബിൾ മൊമെന്റ് വിത്ത് വിജയ് ആൻഡ് ധനുഷ്. സാറിനോട് ചെയ്ത സീനുകൾ, ഞങ്ങളുടെ 1-to-1 സീനൊക്കെ എനിക്ക് ഭയങ്കര എല്ലാം തന്നെ ഫേവറേറ്റ് ആണ്. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും ചുമ്മാ നമ്മൾ ചിരിച്ചൊക്കെ സെറ്റിലിരിക്കുമ്പോൾ എങ്ങനെയുള്ള ഒരാളാണ്? നമുക്ക് ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഭയങ്കര ഒരു സിമ്പിൾ. ഭയങ്കര ഡൗൺ ടു എർത്ത്. സാർ ഭയങ്കര ഭയങ്കര ചുമ്മാ ഇപ്പോൾ ഷൂട്ടൊന്നും ഇല്ലേ പോലും വെറുതെ സെറ്റിട്ടൊക്കെ വന്ന് അവിടെ ഇവിടെ ഒക്കെ ഇപ്പോൾ എൻ്റെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിലും അവിടെ വന്നൊക്കെ ഇരിക്കും ചുമ്മാ. ഓ ശരി, അദ്ദേഹത്തിന്റെ ഇതില്ലെങ്കിലും വന്നില്ല. അതെ 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 ഭയങ്കര അങ്ങനെ ഭയങ്കര പാവം. ഭയങ്കര പാവാന്നൊക്കെ. അപ്പം അത് എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത സീനുകളൊക്കെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ട്. അപ്പോൾ ഞാനെന്തെങ്കിലും കണ്ട് ചിരിച്ചു പോകും ചിലപ്പോൾ, സാറും ചിരിക്കും. അങ്ങനെ കൂടെ ഭയങ്കര രസമായിരുന്നു. അതൊരു വലിയൊരു സെറ്റ് ആയിരുന്നല്ലോ. അതെ 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 അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകളല്ല, ടെക്നീഷ്യൻസ്. ഹ്യൂജ് മൂവി ഭയങ്കര. ധനുഷായിട്ട് ഭയങ്കര കുറച്ചും കൂടെ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു. അല്ല, കുറച്ചും കൂടെ ക്ലോസും ആയിരുന്നു. രസമാണ്. കുറച്ചും കൂടെ ഒരു എന്താ, ഷൂട്ടില്ലാത്തപ്പോഴും ഒരു ടൈം കിട്ടി സ്പെൻഡ് ചെയ്യാൻ. അതെ അതെ, നമ്മൾ ഷൂട്ടില്ലെങ്കിലും സാറിൻ്റെ വീട്ടിലൊക്കെ പോകും. ഹോൾ ക്ലാസ്. അതെ അതെ, ഫുഡ് ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ഷൂട്ടിന് മുമ്പും ഒക്കെ നമ്മൾ ഇത് ചെയ്യായിരുന്നു. സാർ വീട്ടിലൊക്കെ വിളിച്ച്, സാറ് വീട്ടിലൊക്കെ ഉള്ളും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ സാറിൻ്റെ വർക്കുകളൊക്കെ കൂടുതലും നടക്കുന്ന വീട്ടിലാണ് ഡയറക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളെയും വിളിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും എന്താ വേറൊരാളുടെ സീനെ ഷൂട്ട് ചെയ്യുമെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് അടുത്തിരുന്നോളാൻ, ഐ മീൻ നമുക്ക് ഇരിക്കാം അവിടെ പോയിട്ട്. നമുക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ആ വീഡിയോ ആണല്ലേ? അത് ശരിക്കും അവിടെ മാത്യു ഇരിക്കേണ്ട ഒരു സീനൊന്നും ആയിരുന്നു. അല്ല അല്ല അല്ല, അത് എനിക്ക് തോന്നുന്നത് സാർ ഡാൻസ് ചെയ്തിട്ട് അത് ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു സീനല്ലേ? കാരണം ഇവിടെ കാണുന്നില്ല. അത് ഏറ്റവും ഭംഗിയുള്ള ഒരു സീനില് ഇവർ രണ്ടുപേരും ഭയങ്കര രസമായിട്ട് കളിക്കുകയാണ്. ഒരു അമ്മകൻ എന്നുള്ളതില് അതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹം ഇവിടെ ഇരുന്ന് അപ്പം പിന്നെ എല്ലാവരും റീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു കഥാപാത്രമായി ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ശരിക്കും റാൻഡംലി വന്നൊരു ഷൂട്ടിനിടയ്ക്ക് വന്നൊരു ഫൺ മൊമെന്റ് തന്നെയായിരുന്നു അതൊക്കെ. എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞെന്ന ആഫ്റ്റർ ആക്ടിങ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞത് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്നല്ല, എന്തെങ്കിലും അവർ പറഞ്ഞൊരു കാര്യം നമുക്കിങ്ങനെ ഹായ് എന്നെ പറ്റിയിട്ടാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ലല്ല, സാറ് ചില സീനുകളൊക്കെ ചെയ്യുമ്പോൾ സാറ് അപ്രീഷിയേറ്റ് ചെയ്യും. ഭയങ്കര ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം അത്രയും വലിയൊരു ആക്ടറാണ്. എനിക്ക് 24 years അടുത്ത് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ നമ്മളെ ഇത് ചെയ്യുമ്പോൾ അതെ അതെ, അത് ഭയങ്കര ഇതായിരുന്നു. ഓൾസോ സാറിന് ഡയറക്ടർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാറ് പെർഫോം ചെയ്ത് കാണിച്ചു തരും. ആക്ടറും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ ഈവൻ നമ്മൾ പെർഫോം ചെയ്യും, നമ്മൾ ആലോചിച്ച് വെച്ചതിനേക്കാളും കൂടുതൽ ലേസൊക്കെ ആയിട്ടായിരിക്കും ആ ആക്ടർ ചെയ്ത് കാണിക്കും. അപ്പോൾ അത് മാച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആ സെറ്റിൽ. അപ്പോൾ അത് ചിലതൊക്കെ ചെയ്യുമ്പോൾ സാറ് ഭയങ്കര ഹാപ്പിയാവും. സാറ് കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യുമ്പോൾ സാറ് വന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ലവ്ലി സിനിമയിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും? വല്ല വ്യക്തികളാണോ, വല്ല കഥയാണോ, ഈച്ച എന്നുള്ളൊരു ക്യാരക്ടർ ഭയങ്കര ഇതെല്ലാം ഇനി ഇല്ലല്ലോ എന്നുള്ള ആലോചിച്ചിട്ടായിരുന്നോ? അല്ല, അത് ഇടയ്ക്കൊക്കെ ഇത് ആ സീനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഫണ്ണായിരുന്നു. എനിക്ക് ആക്ച്വലി ഫണ്ണല്ല, ഒരു രസമായിരുന്നു. എനിക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസും അത് ഇനി ചിലപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ലവ്ലി പോലത്തെ ഒരു സിനിമ ഇനി സംഭവിക്കാനും ചാൻസ് കുറവ് എൻ്റെ ഒരു കരിയറിൽ. അല്ലെങ്കിൽ ശരി, അത്രയും അതുകൊണ്ട് ഭയങ്കര ക്ലോസ്. എനിക്ക് തോന്നുന്നതെന്നറിയോ, മാത്യുവിന്റെ കുറെ സിനിമകൾ ഇറങ്ങുന്ന വെച്ചാല് അതിലൊക്കെ ഇങ്ങനെ ഈ ഗേൾ ഫ്രണ്ട് സെറ്റ് ആവാഞ്ഞിട്ട് ഇപ്പം നസ്ലുമായിട്ടൊക്കെ കോമ്പോയിലൊക്കെ ഇങ്ങനത്തെ ഒരു വളരെ സാഡ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്. ഭയങ്കര ഇങ്ങനെ ഡിപ്രസ്ഡ് ആണ്, അങ്ങനെ ശരിയാവുന്നില്ല ഒന്നും, എന്തും നാടാന്ന് ചോദിക്കുന്നുള്ളൊരു അതിൽ നിന്നാണ് ഒരു ദിവസം നോക്കുമ്പോൾ ഇദ്ദേഹം തമിഴ് പോകുന്നു, എടാ ചെക്ക ഹാപ്പി ആണെന്ന് പറഞ്ഞ് ആൾക്കാർ കമന്റ് ഇടുന്നു. അത് കഴിഞ്ഞ് ലവ്ലി വരുമ്പോഴത്തേക്കും ലവ്ലി ഈച്ചയുമായിട്ട് ആണെങ്കിൽ പോലും അപ്പം ഈ പറയുന്ന വീട്ടിലത്തെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു കുട്ടനായിട്ട് എല്ലാവരും കണ്ടിങ്ങനെ പറയാണ്. അപ്പം ലവ്ലി വരുമ്പോൾ എനിക്കൊന്നും ആൾക്കാർ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും തോന്നുന്നു. ആള് ഹാപ്പിയാ എന്നൊക്കെ പറയുന്ന രീതി. ലവ്ലി മൊത്തത്തിൽ വേറൊരു ക്യാരക്ടറും
ഈ ഈച്ച എന്നുള്ളൊരു ഇപ്പൊ എൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഭയങ്കര ഡ്രീമറാ. ഇവന്റെ കുറെ ഡ്രീമുകൾ കാണിക്കുന്നുണ്ട് പടത്തില്. അപ്പൊ അത് ഭയങ്കര ആ ഡ്രീമുകൾ ഫിലിം ചെയ്യുന്നതും ഭയങ്കര രസമായിരുന്നു ആക്ച്വലി. പിന്നെ ഓൾസോ ഭയങ്കര മിനിയേച്ചർ സാധനങ്ങളോട് ഇഷ്ടമൊക്കെ ഉള്ള മിനിയേച്ചർ ടോയ്സോ. അതുമുണ്ട്. അതെ അതെ അത് അത് ശരിക്കും മാത്യുവിൻ്റെ ഒരു പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം മാത്യുവിന് കുറച്ച് ഈ പറയുന്ന വണ്ടികളോടും ഇതിനോടൊക്കെ ഇഷ്ടമില്ല. ഇതിനകത്തൊരു സീൻ ഉണ്ടല്ലോ, ഒരു വളരെ ചെളി പിടിച്ചിട്ടുള്ള ഒരു ടോയ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഇതൊക്കെ ആക്കുന്ന ഒരു നല്ലൊരു സീനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇവനൊരു ചെറിയ ഈച്ചനെ നോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അതും ഉണ്ടായിരിക്കാം, ശരിയാ. കാരണം ഒരു ലെയറൊക്കെ ആ കഥാപാത്രത്തിന് കണ്ണു പോകുന്ന ഏറ്റവും ചെറിയ കാര്യം. അതെ അതെ ഭയങ്കര അധികാരം ശ്രദ്ധിക്കാത്ത സ്ഥലത്തേക്കായിരിക്കും നോർമൽ അതാണ് തോന്നുന്നു. ഒരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ, അവന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം, അവന്റെ ഒരു ഈച്ചയാണ് എന്ന് പറയുന്നൊരു ഡയലോഗും ഉണ്ട്. ശരിക്കും സാധാരണ എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രത്തിനെ അത്ര അബ്നോർമൽ ആക്കുന്നില്ല, പക്ഷെ എന്നാൽ പോലും ഈ കഥാപാത്രത്തിന് പോവാത്തൊരു രീതിയിലാണ്, പെർസ്പെക്റ്റീവിലാണ് കാഴ്ചയും ചിന്തകളും ഒക്കെ പോകുന്നത്. ആ ഒരു പുതുമയും ഈ ഒരു കഥാപാത്രത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കും കണ്ടപ്പോൾ തോന്നിയത്. കാരണം പല പാട്ട് കാണുമ്പോഴും അതിൻ്റെ ട്രെയിലർ കാണുമ്പോഴൊക്കെ അതിൽ പെട്ടെന്ന് ഈ പറയുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ചേട്ടാ കൊള്ളാലോ, ഈ കഥാപാത്രത്തിലൂടെ സഞ്ചരിച്ച് നമുക്ക് കാണാൻ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലത്തെ കുറേ എനിക്കൊരു ഫാക്ടേഴ്സ് എനിക്കും തോന്നി. ഇനിയിപ്പം ബാക്കി ദിലീഷ് ഡയറക്ടർ നമുക്ക് എന്താ പറയുന്നത്, 16-ാം തീയതി ഇറങ്ങും അല്ലേ? അപ്പോൾ ഇറങ്ങുമ്പം പുതിയൊരു സിനിമ പുതിയ രീതിയിൽ ഫ്രഷ് മനസ്സോടെ ഞങ്ങളെ കാണിച്ചില്ല. അയ്യോ കാണിക്കണം, കാര്യമൊന്നുമില്ല. അവസാനം നമുക്കിത് സത്യം പറഞ്ഞാൽ ഞാനൊരു ക്യാൻവാസിൽ കൊടുക്കേണ്ടതായിരുന്നു. ക്യാൻവാസ് ബോർഡൊക്കെ കൊടുത്തിട്ട് അടിപൊളി. ചെറിയ ഇതൊരു ഈച്ചയായിരിക്കും അല്ലേ ഇവിടെ ഒരു ആനിമേറ്റഡ് ലുക്കിന് വരുമ്പോ പറന്നു പോകുന്നത്. സോ ബ്യൂട്ടിഫുൾ. ഇതാണ് കലാകാരൻ എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ ഇന്നിപ്പോൾ എനിക്കിപ്പോൾ ഒരു സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ബാക്കി അധികം ദിലീഷ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഇപ്പോഴും എനിക്കൊരു മിസ്സിങ് ഫീൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നമുക്ക് മനസ്സിലാകുന്നിടത്തോളം ബിജുപാലിൻ്റെ കാര്യം പറഞ്ഞ പോലെയാ. ബിജുപാൽ ഞാനിപ്പോഴും പറയാം അദ്ദേഹം എങ്ങനെ ഇരിക്കും ഒരു മൂലക്കെന്ന് പറഞ്ഞ പോലെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവും കാര്യങ്ങളെന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിലാണ്. നമുക്കൊരിക്കലും ഒരു വ്യക്തികളുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത അത്ര തരത്തിലുള്ളൊരു കാര്യങ്ങളുമായിട്ടുള്ള വായനയും അറിവും ഒക്കെ ആ തരത്തിലാണ് ഉണ്ടാവുക. നമുക്കത് ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴും പറയുന്ന രീതിയൊക്കെ അതെങ്ങനെ ഉണ്ടാവില്ല. അത് ഇന്നതുകൊണ്ടാണെന്ന് പറയുന്നത് അത്ര ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷെ അതിനുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഭയങ്കര ഒരു ഡീപ്പ് ലെവലിലാണ്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് ദിലീഷിൻ്റെ കാര്യം എന്ന് പലപ്പോഴും തോന്നുന്നത്. അതുകൊണ്ടാണ് പ്രേക്ഷകർ അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ കുറച്ച് ഇതിലൂടെ തന്നെ. അപ്പോൾ ഞങ്ങൾക്കത് കുറച്ചുകൂടെ മുന്നിൽ നമുക്ക് ഇനി കാണണം എന്നുള്ളതിൻ്റെ ഒരു പരുവമാണ് ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ ഒരു സംഭാഷണത്തിലൂടെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരും. എന്നാലും ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്രേക്ഷകരോട് ലവ്ലിയെ പറ്റിയിട്ടോ എന്തേലും ഈ പറഞ്ഞതിനപ്പുറം എന്തേലും മാത്യുവിനോ ദിലീഷിനോ? ലവ്ലി ആക്ച്വലി ഒരു 3D മൂവി എന്നുള്ളത് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉള്ള രീതി തിയേറ്ററിൽ കാണുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. ഇപ്പോൾ OTT-ലൊക്കെ വരും, അതല്ലാതെ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് ഈ പറയുന്ന പോലെ തന്നെ ഒരു ബോയ് അത് മാത്യുവിൻ്റെ ക്യാരക്ടറും ഒരു ഈച്ചയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കഥയാണ്. ഇതൊരു ആക്ച്വലി ഇവരുടെ വോയേജിൽ ഇതൊരു തുടക്കം മാത്രമാണ്. ലവ്ലി ആക്ച്വലി ഒരു തുടക്കമാണ്, ഒരു കണ്ടുമുട്ടിയിട്ടേ ഉള്ളൂ. Which means more is yet to come. Yes. അതൊരു പറച്ചിലായിരുന്നല്ലോ. അപ്പോൾ ഇനിയുണ്ട്, നമുക്ക് ഇനിയും പ്രതീക്ഷിക്കുന്നത് പോലെ. അതെ അതെ തീർച്ചയായിട്ടും. യെസ്. അപ്പം അതിനെ അങ്ങനെ തുടക്കമായിട്ട് കാണണം എന്നുള്ളതാണ്. ഇനിയും അതിൻ്റെ ഡയമെൻഷൻസിൽ ഡിഫറൻസ് ഉണ്ടാവാം, വരാം. പ്രേക്ഷകർ സ്വീകരിക്കുന്നതിനനുസരിച്ച് സ്വീകരിക്കുന്നതനുസരിച്ച്, അല്ലാതെ നമുക്ക് അതിനെ അതോടെ നിങ്ങൾ സ്വീകരിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും. അപ്പം അതൊരു തുടക്കം പോലെയാണ് ആ സിനിമ അവസാനിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം. ശരിയാണ്. ഈയുള്ള തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ OTT മാത്രം വിചാരിച്ചിരിക്കുന്നവരാണ്. ഇതൊരു 3D എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ കാണാൻ വിഷ്വലിയും കുറെ എപ്പിസോഡുകളൊക്കെ ഭയങ്കര രസമായിരിക്കും തിയേറ്ററിൽ.
കാണാം, എന്തിലും കാണാം, എന്തിലും കാണാനും തെറ്റില്ല. തെറ്റൊന്നുമില്ല, പക്ഷെ ഇതിന് കുറച്ചും കൂടെ അല്ല, theatre സിനിമ ഇപ്പോൾ മൊബൈലിൽ നമുക്ക് കാണാം, എന്തിലും കാണാം. പക്ഷെ ചില സിനിമകൾ കണ്ട മീഡിയത്തിൽ കാണുമ്പോൾ അതിനുള്ളൊരു വ്യത്യാസം, ഇമ്പാക്ട് വേറെയാണല്ലോ. എൻജോയിങ്ങിന്റെ ഒരു തീർച്ചയായും. മാറും ഭയങ്കര. അവരിപ്പോൾ സൗണ്ട് ലെവലാണെങ്കിലും തന്നെ, കാരണം ഇപ്പം ഈ പറയുന്ന ബബിൾ പൂമുട്ടൽ എന്ന് പറഞ്ഞ പാട്ടാണെങ്കിൽ തന്നെ നമുക്ക് ചുമ്മാ ഒന്ന് വലിയൊരു സ്ക്രീനിൽ കാണുന്ന ആലോചിച്ചാൽ എന്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് അത്രയും ഭംഗിയായിട്ട് തന്നെ പോകാൻ സാധിക്കട്ടെ. വിചാരിച്ച പോലെ തന്നെ ഈ വർത്ത് ദ വെയിറ്റ് ഉള്ള ഒരു ഇത് പറയാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവരിലൂടെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് രണ്ടുപേരും. എന്തായാലും താങ്ക് യു സോ മച്ച്.